ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുത്തശ്ശിയും ദേവയാനിയുടെ ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ താഴേക്ക് ഇറങ്ങി വരുന്നത്. അന്നേരം ജലജ ഓർക്കുന്നുണ്ട്, ഇവർക്ക് ആ കുഞ്ഞിനോടുള്ള ദേഷ്യം മാറിയോ, എന്തുകൊണ്ടാണോ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഓർത്താണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഇവരോട് അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല കേട്ടോ. നേരെ ഇങ്ങനെ വന്നിട്ട് സൈഡിൽ കൂടെ അങ്ങ് പോവുകയാണ്. അന്നേരം അത് ദേവയാനിയും മുത്തശ്ശിയും ശ്രദ്ധിക്കുന്നുണ്ട്. ജലജ പക്ഷേ ഇവരോടൊന്നും സംസാരിക്കാതെ നേരെ ഇറങ്ങി നവിയുടെ അടുത്തേക്ക് വരികയാണ്. നവി എന്നത്തേക്കും പോലെ തന്നെ ഈ ക്യൂടെക്സ് ഒക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരം ജലജ എന്ന് പറയും, നീ കണ്ടോ, ദേ അങ്ങോട്ട് അകത്തോട്ട് ചെന്നാൽ കാണാം, നിൻ്റെ അമ്മായി ഇപ്പം നേരത്തെ ആ കൊച്ചിനോട് ഭയങ്കര വഴക്കല്ലായിരുന്നു, ഇപ്പം അതെല്ലാം മാറിയിട്ട് ആ കൊച്ചിനെ താലോലിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് നവിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. നീ വിശ്വസിക്കാതിരിക്കും, പക്ഷേ ഒന്ന് നീ ചെന്ന് നോക്ക്, നിൻ്റെ കുഞ്ഞിനെ ഇവിടെ ആരെങ്കിലും എടുക്കുന്നുണ്ടോ? നിൻ്റെ അമ്മായി ആണെങ്കിൽ നിൻ്റെ കുഞ്ഞിനെ ഒന്ന് വല്ലപ്പോഴും വന്ന് താലോലിച്ച് അതുപോലൊക്കെ ആക്കിയിട്ട് അങ്ങ് പോകത്തല്ലേ ഉള്ളൂ. മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ അത്രയും പോലും ചെയ്യുന്നില്ല. പിന്നെ ഈ കൊച്ചിനെ മതി ഇപ്പോൾ എല്ലാവർക്കും, നമ്മുടെ അനന്തപത്മനാഭനെ ആർക്കും വേണ്ട, നമ്മളെന്ത് പറയാനാ, നീ തന്നെ വേണം ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞ് ജലജ മാക്സിമം ഇളക്കി വിടുന്നുണ്ട് നവിയെ. എന്നിട്ട് നവി ഉടനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് അത് കാണുമ്പോഴത്തേനുടനെ ജലജ മനസ്സിലോർക്കും, ഇവളെ എന്തായാലും നന്നായിട്ടൊന്ന് ഇളക്കി വിടുന്നത് നല്ലതാണ്. ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും എനിക്കും എൻ്റെ മോനും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ. നവി വരുമ്പോഴത്തേനും ദേവയാനി കുഞ്ഞിനോട് പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും ഇത്രയും കളിപ്പാട്ടമൊക്കെ കിട്ടി, ഇനിയും കുറേ കളിപ്പാട്ടം കൂടെ മേടിച്ച് തരാം കേട്ടോ എന്നൊക്കെ. ആ സമയത്ത് നവി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവക്ക് മാത്രം കളിപ്പാട്ടമൊക്കെ മേടിച്ച് കൊടുത്താൽ മതിയോ എന്ന്. അതിന് നിൻ്റെ കുഞ്ഞ് കളിപ്പാട്ടമൊന്നും വെച്ച് കളിക്കാറൊന്നും ആയില്ലല്ലോ, അതിനെ ഇപ്പം കിലുക്കാൻ പറ്റി വല്ലതും കാണിച്ച് നോക്കിക്കേണ്ട പ്രായമല്ലേ ആയിട്ടുള്ളൂ. പ്രായമായിക്കോട്ടെ, അന്നേരം എല്ലാം മേടിച്ച് തന്നോളാന്ന് പറയും. അത് വേണോ, എല്ലാവരും എൻ്റെ കുഞ്ഞിനെ ഒന്നും മൈൻഡൊന്നും പോലുമില്ല, ഇപ്പം എല്ലാവർക്കും ഈ കൊച്ചിനെ മതി എന്ന് പറയും. ഉടനെ ദേവയാനി പറയും, നിൻ്റെയും ഇവിടെ ബാക്കിയുള്ളവരുടെയും മനസ്സിൽ ശരിക്കും ഇപ്പം ഈ കുഞ്ഞൊരു വലിഞ്ഞു കയറി വന്നവളാണെന്നുള്ളൊരു ഭാവമുണ്ട് എന്നൊക്കെ പറയും. അതൊന്നും ആരും മൈൻഡുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് നവിക്ക് അങ്ങ് ദേഷ്യം വരും. ഇതുവരെ അമ്മായിക്ക് ഈ കൊച്ചിനോട് ദേഷ്യം വരുന്നല്ലോ, ഇപ്പം എന്നെ ഇത്ര സ്നേഹം കൂടിയെന്ന് ചോദിക്കും. അത് ഞാനെങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുന്നത്? എൻ്റെ മോൻ ആദർശും നയനെയും ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്, പിന്നെ ഞാൻ അതുകൊണ്ട് അതിനെ അങ്ങ് സ്നേഹിക്കാൻ തീരുമാനിച്ചെന്ന് പറയും. അത് ശരിയാ, ഈ വീട്ടിലല്ലേലും ഇപ്പോൾ ആർക്കും ഒരു ബോധമൊന്നുമില്ല, എല്ലാവരും തോന്നിവാസമായിട്ടാണ് ജീവിക്കുന്നതൊക്കെ പറയും. അത് ശരിയാ, സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കും ലെവലില്ലാതായി പോകും എന്നൊക്കെ ദേവയാനിയും പറയുന്നുണ്ട്. അന്നേരത്തേന് നവിയെ ദേഷ്യപ്പെട്ട് അങ്ങ് കയറി അങ്ങ് പോകും. നവിയെ പോയി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, സത്യങ്ങൾ അറിയത്തിടത്തോളം കാലം ഇനി ഇവൾ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തായാലും അതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന്. അത് ശരിയാമ്മേ, എന്തായാലും ഇനി ഈ കാര്യം ഇങ്ങനെയൊന്നും തന്നെ നടക്കട്ടെ, ആദർശിൻ്റെയും നയനയുടെയും മോളായിട്ട് തന്നെ അവൾ ജീവിച്ചാൽ മതി എന്നൊക്കെ പറയും. നീ എന്നാലും നിൻ്റെ മോനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നൊക്കെ പറയും. അത് ശരിയാ, അച്ഛൻ പറഞ്ഞിട്ട് പോലും ഞാൻ അത് വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ട് ദേവയാനി. പിന്നെ ദേവയാനി എന്ന് മുത്തശ്ശനെ കാണുന്നുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞതാ ശരി, ആദർശ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വസിക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ലല്ലോ, ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറയും. എന്താ മകനും മരുമോളും സത്യങ്ങളൊക്കെ പറഞ്ഞോന്ന് ചോദിക്കും. അവരെന്നോട് ആദ്യം ഒന്നും പറഞ്ഞില്ല, ഞാൻ കിരണിനെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ കിരണാണ് പറഞ്ഞത് ആദർശിൻ്റെ കുഞ്ഞല്ല ചന്തുമോളെന്ന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നയനെ ചോദ്യം ചെയ്തപ്പോൾ അവൾ എന്നോടെല്ലാം പറഞ്ഞു, ഇപ്പോൾ ആദർശം എന്നോട് സമ്മതിച്ചാ എന്നൊക്കെ പറയും. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു, നീ വളർത്തിയ നിൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനും ഓരോരുത്തരും കാണും, പക്ഷെ നീ നിൻ്റെ വിശ്വാസത്തിൽ തന്നെ നിൽക്കണമായിരുന്നു. ഇപ്പോൾ ആ കുഞ്ഞ് ഇവിടെ താമസിക്കുന്നതല്ലേ നല്ലത്, അല്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെ വെറുതെ വെച്ചേക്കുകയല്ല എന്നൊക്കെ പറയും. അത് ശരിയാണെന്ന് ഉടനെ ദേവയാനി പറയുന്നുണ്ട്. ഞാൻ ഇനി എൻ്റെ കൊച്ചുമകളായിട്ട് തന്നെ കണ്ടോളാം ചന്തുമോളെ, ആദർശിൻ്റെ നയനയുടെ മൂത്ത മകളായിട്ട് ഞാൻ ഇനി കരുതത്തുള്ളൂ എന്നൊക്കെ ദേവയാനി സന്തോഷത്തോടുകൂടി പറഞ്ഞിട്ടാണ് പോകുന്നതും. അതൊക്കെ കേൾക്കുമ്പോൾ മുത്തച്ഛന് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട്. പിന്നീട് ദേവയാനി നേരെ ജയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജയൻ ഓഫീസിൽ പോകാനായിട്ട് റെഡിയാകുമായിരുന്നു. ജേട്ടൻ പോകാൻ റെഡിയായോ എന്നൊക്കെ ചോദിക്കും. അത് ഞാൻ റെഡിയാകുക എന്ന് പറയും. എന്തായാലും എനിക്ക് ചന്തുമോളോടുള്ള എല്ലാ പിണക്കങ്ങളും മാറി, ഇനി ആ കുട്ടിയെ ഞാൻ എൻ്റെ കൊച്ചുമകളായിട്ട് കരുതും, ആദർശ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേന് ദേവയാനിയോട് ജയൻ ചോദിക്കുക, എന്താ നിനക്ക് ഇങ്ങനെ ഒരു ഉറപ്പിനെന്ന്? ഞാൻ കിരണിനെ കണ്ടായിരുന്നു, കിരൺ അപ്പോൾ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, അപ്പോൾ അതിനകത്ത് ഉള്ള കാര്യം വെച്ച് ഞാൻ നയനയോട് ചോദ്യം ചെയ്തു, അപ്പം നയന എന്നോട് സത്യം പറഞ്ഞു എന്ന് പറയും. അത് ആദർശിൻ്റെ കുഞ്ഞല്ല എന്ന് പറയും. നിനക്ക് വിശ്വസിച്ചുകൂടായിരുന്നു? അച്ഛൻ വരെ അവനെ സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഞങ്ങളെല്ലാവരും അത് വിശ്വസിച്ചിരുന്നു, അവന് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ലെന്ന്. എന്നൊക്കറിയാമല്ലോ, അവൻ ഒരിക്കലും അനഘയെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നെങ്കിൽ അത് അവൻ അനിയോടെങ്കിലും പറഞ്ഞ് നമ്മളോട് പറയിപ്പിച്ചേന്. അത് അവൻ ചെയ്തില്ല. പിന്നെ അവനൊരു തെറ്റ് പറ്റിപ്പോയിരുന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണിനെ അവൻ വരത്തില്ലായിരുന്നു. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. എന്തായാലും
എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി ജയേട്ടാ, ഞാൻ ഒരിക്കലും അവനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയും. അച്ഛനോട് അനഘ പറഞ്ഞത് അനന്തപുരിയിലെ കൊച്ചുമകനാണ് അവിടെ കുട്ടിയുടെ അച്ഛനെന്നാണ്. അത് ആദർശമല്ല, അനിയാണ് അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല. പിന്നെ ആരായിരിക്കും എന്ന് പറയും. പിന്നെ ആരാ ചെയ്യാനായിട്ട്, ഇവിടെ ഒരേ ഒരു കുറുക്കനുള്ളൂ, അത് അഭിയാന്ന് പറയും. അഭിയുടെ കുഞ്ഞാ ചന്തുമോളെന്ന് പറയുമ്പോഴത്തേന് ജയനൊന്ന് ഞെട്ടുന്നുണ്ട്. അഭിയോ, അവൻ എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവനിവിടെ അഭിനയിച്ച് തകർത്തെന്നൊക്കെ ചോദിക്കും. അവൻ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. അച്ഛൻ പറഞ്ഞിട്ടാണ് ഇവരതെല്ലാം ഇങ്ങനെ മറച്ചു വെച്ചത്. കുടുംബത്തിൻ്റെ ഭദ്രതയെ അവർ ചിന്തിച്ചിട്ടുള്ളതെന്ന് പറയും. എന്തായാലും ഇതുപോലൊരു മരുമോളെ കിട്ടിയതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ മകനെ എല്ലാവരും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നത് നയനമോളായെന്നൊക്കെ പറയും. അന്നേരത്തേന് ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട് ദേവയാനിക്കും. ഓഫീസിൽ ചെന്ന ഉടനെ ജയൻ അജയനെ കാണാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും, ആദർശ് എന്തായാലും ഒരു തെറ്റ് ചെയ്യലെന്ന് നമ്മളെല്ലാം വിശ്വസിച്ചു, അതുപോലെ തന്നെ അച്ഛനും വിശ്വസിച്ചിരുന്നു. അത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കും. അത് ശരിയാണ്, ആദർശ് മോൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് വരികയില്ല. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനിയോട് പറഞ്ഞേനം എന്ന് പറയും. ഇതിപ്പം ദേവയാനി ഇപ്പം കിരണിനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേന് പറയും, ചന്തുമോള് ആദർശിൻ്റെ മോനല്ല, അഭിയുടെ മോനാന്ന് പറയും. അഭിയുടെയോ, അവൻ ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടാണോ ഇത്രയും പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടാക്കിച്ചെന്നൊക്കെ ചോദിക്കും. ജലജ എന്തായാലും മകനെ അങ്ങനെയല്ലേ വളർത്തിയിരിക്കുന്നത്, ജലജയുടെ മോൻ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. എന്നാലും ഇവൻ ഇങ്ങനത്തെ പണി കാണിച്ചു, ഇവൻ്റെ കൈയും കാലം തല്ലി ഓടിക്കേണ്ട സമയം കഴിഞ്ഞാന്നൊക്കെ പറയും. എന്തായാലും നമുക്ക് ആദർശിനെ ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവർ ആദർശിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ആദർശ് അപ്പം നയനയുടെ മുറിയിലായിരുന്നേ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മയോട് നേരത്തെ കാര്യങ്ങളെല്ലാം പറയാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അമ്മ ഇങ്ങനെയൊക്കെ എടുക്കത്തുള്ളെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയും. എന്തായാലും അതിനൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു, അതനുസരിച്ച് നമ്മൾ പറഞ്ഞെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് അങ്ങോട്ട് ജയനും അജയനും കയറി വരുന്നുണ്ട്. എന്നാലും എൻ്റെ മോനെ, നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനും ചെയ്യിക്കാനും ഒക്കെ അഭിക്ക് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയും. അവൻ എന്ത് തെറ്റാ നമ്മളോടൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ പറയുമ്പോഴത്തേന് ജയൻ പറയുന്നുണ്ട്, അവനൊരു ബ്രാഞ്ചിൻ്റെ ചുമതല വേണമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. അത് നവ്യ വഴി അവൻ അതിന് പ്രഷർ ചെലുത്തുന്നുമുണ്ട്. അവൻ എന്ത് ചെയ്യണ്ട എന്നൊക്കെ ചോദിക്കും. ഇപ്പം ശരിക്കും ചേച്ചിയാണെങ്കിൽ നവ്യയെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അഭി ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു വിചാരത്തിലാണ് അവൾ ഇരിക്കുന്നതെന്നൊക്കെ പറയും. അന്നേരത്തേന് ജയനൊക്കെ പറയുന്നുണ്ട്, അവൻ ശരിക്കും ഇത് അഭിനയിക്കുന്നതാണ്. ഭാര്യയോട് സ്നേഹം കാണിക്കുമ്പോഴത്തേന് നവ്യ അങ്ങനെ സംശയിക്കത്തൊന്നുമില്ലല്ലോ, പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അവനെ അഭിനയിക്കുന്നത്. അവനെ നമുക്കറിയത്തില്ലേ, നമ്മുടെ അച്ഛൻ ഏറ്റവും വലിയ തെറ്റ് പറ്റിയതായിരുന്നു ഈ ജലജ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ജലജ ഞങ്ങൾ പെങ്ങളില്ലാത്തതുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അവളും അവളുടെ മകനും ഒന്നും നമുക്ക് സമാധാനം തന്നിട്ടില്ല, സന്തോഷവും തന്നിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. എൻ്റെ മോനാണേലും ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ഇവൻ കാരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ആദർശന് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ആദർശം ഇവരെല്ലാവരും കൂടി അഭിക്കട്ട് നന്നായിട്ടൊരു പണി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇവരതിലാണ് ചർച്ച ചെയ്യാനായിട്ടായിരിക്കും നിൽക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.